കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് പ്രേരണ PP ദിവ്യയുടെ പ്രസംഗമെന്ന് കുറ്റപത്രം. ദിവ്യയെ ഏക പ്രതിയാക്കി അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. നവീൻ ബാബുവും പ്രശാന്തനും നിരവധി തവണ ഫോണിൽ സംസാരിച്ചുവെന്നും ADM കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നും കുറ്റപത്രത്തിലുണ്ട്. കുറ്റപത്രത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ഇന്ന് DGPയുടെ അനുമതിയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. 1. ADM നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയാണ്, കൊലപാതകമാണെന്ന് കുടുംബത്തിന്റെ സംശയം തള്ളുന്നു. മരണകാരണം ദിവ്യയുടെ പ്രസംഗമാണെന്ന് അടിവരയിട്ട് പറയുന്നു ഏകപ്രതി PP ദിവ്യ. ദിവ്യ പരിപാടിക്കെത്തിയത് ക്ഷണിക്കാതെയാണ് എന്നുള്ള ഒരു കാര്യം കൂടി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ദിവ്യ ആ ചടങ്ങിൽ പറയുന്നത് താൻ അപ്രതീക്ഷിതമായി എത്തിയപ്പോൾ ഈ ചടങ്ങിലേക്ക് വന്നു എന്നാണ്. പക്ഷേ നേരത്തെ ക്ഷണിക്കാതെ എത്തി എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. കളക്ടറുടെ CA യാത്രയപ്പ് ദിവസം പലവട്ടം വിളിച്ചു ദിവ്യ എന്നുള്ളത് ഇതൊരു ആസൂത്രണം ചെയ്തു എന്നതിലേക്കുള്ള സൂചനയായിട്ടും കുറ്റപത്രം പറയുന്നു. 2 ദിവസത്തിനകം അറിയാമെന്ന ദിവ്യയുടെ പരാമർശം ഒരു ഭീഷണിയായിട്ടാണ് കുറ്റപത്രത്തിലുള്ളത്. പ്രാദേശിക മാധ്യമത്തെ ദിവ്യ വിളിച്ചു വരുത്തി വാർത്തയാക്കിയത് ആസൂത്രിതമായെന്നും മാധ്യമ വിചാരണയ്ക്ക് ഇടയാക്കിയെന്നും കുറ്റപത്രം പറയുന്നു. ഇതെല്ലാം PP ദിവ്യയ്ക്ക് എതിരായ കണ്ടെത്തലുകളാണ്. ആത്മഹത്യയ്ക്ക് മുൻപ് 2 തവണ ക്വാർട്ടേഴ്സിൽ എത്തിയിട്ടുണ്ട് ഈ പ്രശാന്തൻ. ഈ നവീൻ ബാബു ട്രെയിൻ പോയതിനു ശേഷവും നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലെത്തി. യാത്രയപ്പിന് ശേഷം ഔദ്യോഗിക വാഹനത്തിൽ മുനീശ്വരൻ കോവിൽ ഭാഗത്താണ് നവീൻ ബാബു ഇറങ്ങുന്നത് എന്ന് പറയുന്നു. അവിടെ നിന്നും ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങുന്നു. ശേഷം ട്രെയിൻ പോയത് അറിഞ്ഞിട്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് നവീൻ ബാബു പോകുന്നുണ്ട്. പ്ലാറ്റ്ഫോമിൽ മണിക്കൂറുകൾ ചിലവഴിച്ചു. ആ സമയം മുഴുവൻ PP ദിവ്യ നടത്തിയ പ്രസംഗവും അതിനെ തുടർന്ന് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമായിരിക്കാം നവീൻ ബാബുവിൻ്റെ മനസ്സിൽ. പിന്നീട് വീണ്ടും ഈ നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങുകയാണ്. ആത്മഹത്യ ചെയ്യുന്നത് പുലർച്ചെ 4:52 വരെയാണ്. ആ രാത്രി മുഴുവൻ ഈ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയായിരുന്നു നവീൻ ബാബു. NOC ലഭിക്കുന്നതിന് മുമ്പ് പ്രശാന്തൻ ബാങ്കിൽ നിന്നതിനിടയിൽ പണം പിൻവലിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. നവീൻ ബാബുവും പ്രശാന്തും നിരവധി തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നും കുറ്റപത്രത്തിലുണ്ട്. പണം കൈമാറിയതിന് നേരിട്ടുള്ള തെളിവുകളില്ല എന്ന് കുറ്റപത്രം പറയുന്നു. PP ദിവ്യയുടെ ആക്ഷേപമോടെ പൊളിയുന്നു. സാധൂകരണ തെളിവുകൾ ഉണ്ടെങ്കിലും സ്വീകരിക്കേണ്ട നിയമ നടപടി ദിവ്യ സ്വീകരിച്ചിട്ടില്ല. ദിവ്യ ആരോപിച്ച കാര്യങ്ങളിലേക്ക് തെളിവുകൾ കണ്ടെത്താമായിരുന്നിട്ടും ദിവ്യ ആ വഴിക്ക് പോകാതെ നവീൻ ബാബുവിനെ അപമാനിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പൊതുമധ്യത്തിൽ ഉന്നയിക്കും മുൻപ് എവിടെയും പരാതി അറിയിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തു എന്നുള്ളത് കള്ളമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്നീട് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതാണ് കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ. ആസൂത്രിതമായി പ്രാദേശിക മാധ്യമത്തെ വിളിച്ചു വരുത്തി പൊതുസമൂഹ മധ്യത്തിൽ അപമാനിച്ചു. ആത്മഹത്യയ്ക്ക് പ്രേരണയായിരിക്കുന്ന പ്രസംഗം നടത്തിയിരിക്കുന്നത് PP ദിവ്യയാണ്. PP ദിവ്യ ഒറ്റയ്ക്കാണ് ഈ കേസിൽ പ്രതിയായിരിക്കുന്നതെന്നും കുറ്റപത്രം പറയുന്നു. ഇതാണ് കുറ്റപത്രത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ. നവീൻ ബാബുവിന്റെ മരണത്തിൽ നിയമപോരാട്ടം തുടരുമെന്നാണ് കുടുംബം ഇന്ന് നമ്മളോട് പറഞ്ഞത്. ഗൂഢാലോചനയിൽ പങ്കാളികളായവരുടെ കാര്യങ്ങൾ കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നില്ലെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞു. PP ദിവ്യ ഒറ്റയ്ക്കല്ല, പിന്നിൽ ഒരു സംഘം തന്നെയുണ്ടെന്ന് സഹോദരൻ പ്രവീൺ ബാബുവും നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഉള്ളടക്കം എല്ലാം കണ്ടില്ല. ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവരുടെ കാര്യങ്ങളൊന്നും കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താ ഇവർ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ സുപ്രീം കോടതിയിലേക്ക് പോകാൻ വേറൊരു അന്വേഷണ ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം തുടരുകയല്ലേ? അതെ, തുടരുകയാണ്. ഇപ്പോൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകപ്രതി മാത്രമാണ് ഇപ്പോൾ കുറ്റപത്രത്തിലുള്ളതെങ്കിൽ ഞങ്ങൾ തുടക്കം തൊട്ട് സംശയം ഉന്നയിക്കുന്ന പോലെ ഗൂഢാലോചനയോ മറ്റു പ്രതികളോ മറ്റുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റോ ഇതൊന്നും തന്നെ ഈ SIT അന്വേഷിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഏജൻസി അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ് മറ്റൊരു ഏജൻസി, സെൻട്രൽ ഏജൻസി തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പിറ്റീഷനുമായിട്ട് പോയത്. അതിന് തുടർ നടപടിയിൽ ഇനിയും പോകാൻ ഉദ്ദേശിക്കുന്നതും. പ്രവീൺ പുരുഷോത്തമനുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, കുറ്റപത്രത്തെ തള്ളുകയാണല്ലേ കുടുംബം? അരുൺ, നവീൻ ബാബു വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ തങ്ങൾക്കൊട്ടും തൃപ്തിയില്ലെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ, നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു എന്നിവർ വ്യക്തമാക്കി. അന്വേഷണം PP ദിവ്യയിലേക്ക് മാത്രം ഒതുക്കിയതിൽ മഞ്ജുഷയ്ക്കും പ്രവീൺ ബാബുവിനും കടുത്ത അതൃപ്തിയുണ്ട്. ലോക്കൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചാലും ഇതുപോലെ തന്നെ ആകുമായിരുന്നു എന്നാണ് പ്രവീൺ ബാബു പറഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതുകൊണ്ടുള്ള പ്രത്യേകത മനസ്സിലാകുന്നില്ലെന്നും പ്രവീൺ ബാബു പറയുന്നു. ആത്മഹത്യാ വിഷയം മാത്രമല്ല, കൊലപാതകമാണെന്ന സംശയവും തങ്ങൾ ഉയർത്തിയതായും അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് SIT പോയതേ ഇല്ലെന്നും പ്രവീൺ ബാബു പറയുന്നു. ഗൂഢാലോചനയിൽ പങ്കാളികളായവരുടെ കാര്യങ്ങൾ
കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നേ ഇല്ലെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞു. നിയമ പോരാട്ടം തുടരുമെന്നും മഞ്ജുഷ വ്യക്തമാക്കി. പ്രവീണാണ് വിവരങ്ങൾ നൽകിയത്.